വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഒരു സൺഡേ സ്റ്റഡി വ്ളോഗുമായിട്ടാണ്. അപ്പം സൺഡേ നമ്മൾ വീട്ടിലായതുകൊണ്ട് നമുക്ക് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം പഠിക്കാനിരിക്കാൻ. അപ്പോൾ സൺഡേ എൻ്റെ ഒരു സ്റ്റഡി വ്ളോഗാണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സൺഡേ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, തൊഴിൽ വാർത്ത റെഫർ ചെയ്യും, നോക്കും. പിന്നെ വീക്ക്ലി റിവിഷൻ ചെയ്യും. പിന്നെ നാളെ ക്ലാസ് ഉണ്ട് മൺഡേ, അപ്പോൾ അതിനുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കും. ഈ 3 കാര്യമാണ് ഞാൻ മെയിനായിട്ടും സൺഡേ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പം മോർണിംഗിൽ എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഞാനിപ്പോൾ പഠിക്കാനിരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ തൊഴിൽ വാർത്തയാണ് നോക്കാൻ പോകുന്നത്. തൊഴിൽ വാർത്ത സപ്ലിമെൻ്റ് നേരത്തെ ഇറങ്ങും, പക്ഷേ ഞാൻ സാറ്റർഡേ ആണ് തൊഴിൽ വാർത്ത മേടിക്കാറുള്ളത്. എന്നിട്ട് ഞാൻ സൺഡേ ആണ് തൊഴിൽ വാർത്ത നോക്കാറ്. എനിക്ക് നോക്കാൻ ടൈം കിട്ടാറുള്ളത് അപ്പോഴാണ്. തൊഴിൽ വാർത്ത നമുക്ക് നേരത്തെ തന്നെ അവൈലബിൾ ആണ്, പക്ഷേ എനിക്ക് നോക്കാൻ സമയം കിട്ടുന്നത് സൺഡേ ആണ്. അപ്പോൾ ഞാൻ സൺഡേ തൊഴിൽ വാർത്ത നോക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു. അപ്പോൾ ഞാൻ സൺഡേ ഇരുന്നിട്ട് എല്ലാ തൊഴിൽ വാർത്തയിലുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യും. പുതിയ പുതിയ പോർഷൻസ് ഉണ്ടായിരിക്കും ഓരോ ദിവസം. ഇപ്പം നമ്മുടെ സെക്രട്ടറി അസിസ്റ്റൻറ്റിൻ്റെ ആണെന്നുണ്ടെങ്കിലും എക്സൈസിൻ്റെ ആണെന്നുണ്ടെങ്കിലും അങ്ങനത്തെ എല്ലാ പോസ്റ്റിൻ്റെയും ഓരോരോ ടോപ്പിക്കുകൾ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ തൊഴിൽ വാർത്ത എന്ന് പറയുന്നത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ എല്ലാ വീക്കിലും മേടിക്കാറുണ്ട്. എന്നിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന പോലെ തന്നെ ഞാനെല്ലാം മോക്ക് ടെസ്റ്റുകളും എല്ലാം അറ്റൻഡ് ചെയ്യാറുണ്ട്. എനിക്ക് കിട്ടിയ പുതിയ നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് നമുക്ക് ക്ലാസ് കിട്ടിയാലും ചില പോർഷൻസിൽ ചില പോയിൻ്റുകൾ ചിലപ്പം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ചില പോയിൻ്റുകൾ എക്സ്ട്രാ വരുന്ന പോയിൻ്റൊക്കെ നമുക്ക് ചിലപ്പോൾ തൊഴിൽ വാർത്തയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യും. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പോർഷൻ നമ്മുടെ ഒരു ടോപ്പിക്ക് മൊത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് എൻ്റെ നോട്ട് വെച്ചിട്ട് അത് റെഫർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞാൻ തൊഴിൽ വാർത്ത നോക്കാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ തൊഴിൽ വാർത്തയിൽ നമ്മൾ ഓൾറെഡി പണ്ട് പഠിച്ചതും ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളും നോട്ട്സിൻ്റെയൊക്കെ ഒരു റിവിഷൻ പോലെ നമുക്ക് തൊഴിൽ വാർത്തയിൽ ഓരോരോ പോർഷൻസ് വരുമ്പോൾ നമുക്കത് വായിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ അത് വായിക്കുമ്പോൾ നമ്മൾ പണ്ട് പഠിച്ചതൊക്കെ നമുക്കിങ്ങനെ ഓർമ്മ വരും, ഒന്ന് പൊടി തട്ടി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ കുറേ കാലമായിട്ട് എടുക്കാണ്ട് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാനും ഓർമ്മ വരാനൊക്കെ നമുക്ക് ഇതിലുള്ള ഓരോ പോർഷൻസും നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഈ ഒരു സപ്ലിമെൻ്റാണ് ഇപ്പം തൊഴിൽ വാർത്ത. ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നത് തൊഴിൽ വാർത്തയാണ്. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ വീഥി അല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ എല്ലാ പ്രസിദ്ധീകരണങ്ങളും നല്ലതാണ്. അപ്പോൾ നിങ്ങളിതുപോലെയുള്ള ഒരു വീക്കിലി ഏതെങ്കിലും ഒരു സപ്ലിമെൻറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ ഏകദേശം സമയം ഒരു 2 മണിയോടടുത്ത് ആയിട്ടുണ്ട്. എൻ്റെ തൊഴിൽ വാർത്തയുടെ ഞാൻ നോക്കിക്കഴിഞ്ഞു. ഹരിശ്രീ ഉണ്ടായിരുന്നു. ഹരിശ്രീ തൊഴിൽ വാർത്തയുടെ കൂടെ കിട്ടുന്നതാണ്. ഞാൻ വേണ്ട പോയിൻറ്റ്സുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയില്ലെങ്കിലും എൻ്റെ ഓൾമോസ്റ്റ് ഞാൻ പോർഷൻസൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ പഠിക്കാതിരിക്കുക. ഫുഡ് കഴിച്ചിട്ടാണ് ഞാനിതിൻ്റെ ബാക്കി പോർഷൻസ് നോക്കുകയുള്ളൂ. ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ചോറും ഇത് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിയാണ്, പിന്നെ കിഴങ്ങ് കറി, മുട്ടക്കറി, പിന്നെ ഒരു കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു കറി വെച്ചിട്ടുണ്ട്. ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കുന്ന സമയത്ത് TV-യിൽ ഇതുപോലെ വല്ല മോട്ടിവേഷണൽ സ്റ്റോറീസൊക്കെ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ കുറച്ചായിട്ട്. എന്തായാലും നമ്മളിപ്പോൾ TV വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വല്ല ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ സമയം ഈവനിങ് ആയി. ഇതെൻ്റെ വീട്ടിലുള്ള ഒരു പൂച്ചക്കുട്ടികളാണ്. ഒരെണ്ണം കൂടി ഉണ്ട്, അതിനിവിടെ കാണുന്നില്ല. ഞാൻ നോക്കിയായിരുന്നു, അവിടെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം ഈവനിങ് ടൈമായി. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് പഠിക്കാതിരിക്കാൻ പറ്റിയില്ല. അതിനിടയിൽ കുറച്ച് പ്രോഗ്രാമുകൾ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ വൈകുന്നേരമാണ് നോക്കുന്നത്. ഞാനൊരു 6:30 വിളക്ക് വെച്ചിട്ട് ഒരു 6:30 പഠിക്കാനിരിക്കും. എന്നിട്ട് ഇനി ഞാൻ നോക്കാൻ പോകുന്നത്, ഞങ്ങൾക്ക് നാളെ എക്സാം ഉണ്ട്, ഞങ്ങളുടെ ക്ലാസ്സിൽ എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ടോപ്പിക്കുകളാണ് എനിക്ക് റിവിഷൻ ചെയ്യാനുള്ളത്.
അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കണ്ടെത്തിയ ഒരു മെത്തേഡ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട് തുറന്നു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ഇതാണ് ഇത് കഴിഞ്ഞിട്ട് ഇതാണെന്നൊക്കെ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ ആ നോട്ടുകളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഒരു ന്യൂസ് പ്രിൻറ്റിൽ ഞാൻ ഈ എനിക്ക് പഠിക്കാനുള്ള ഏതൊക്കെ ചാപ്റ്റേഴ്സാണോ അതിലത്തെ മെയിൻ പോയിൻറ്റുകൾ മാത്രം നോട്ട് ചെയ്ത് വെക്കും. മെയിൻ പോയിൻ്റ് മാത്രം ഓരോ സബ്ജക്റ്റിൻ്റെ മെയിൻ പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതനുസരിച്ച് വേണം എനിക്ക് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എനിക്ക് ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, പഠിക്കുന്ന വീഡിയോസ്. അപ്പം എൻ്റെ ഒരു സൺഡേ സ്റ്റഡി വ്ളോഗാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.